Hello everyone, welcome back to Egan Learning. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്തിയില്ലേ? അപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലെറ്റർ ആണ്. അപ്പോൾ ഈ ലെറ്റർ റൈറ്റിംഗിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്. ഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്, ഇൻഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫോർമൽ ലെറ്റേഴ്സിന്റെ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് ലെറ്റർ ടു എഡിറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ലെറ്റർ ടു എഡിറ്റർ യൂഷ്വലി എഴുതാറുള്ളത്? നമ്മുടെ എന്തെങ്കിലും ഒരു സോഷ്യൽ കൺസേണിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിലെ എഡിറ്റർക്ക് എഴുതും. അങ്ങനെ ആ ന്യൂസ് പേപ്പറിലൂടെ ആ ഒരു ഇഷ്യൂ സംസാരിച്ച് വരുമ്പോൾ അതിന് അതോറിറ്റീസിന്റെ ശ്രദ്ധ പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ലെറ്റർ ടു എഡിറ്ററിന്റെ ബാക്കിലുള്ള ഒരു ഹോൾ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ലെറ്റേഴ്സ് ആവുമ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക? ഫോർമൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുക, വളരെ ഫോർമൽ ആയിട്ട്. അപ്പോൾ ലാംഗ്വേജിന് സെപ്പറേറ്റ് മാർക്ക് ഉള്ളതാണ്. എങ്ങനെ എഴുതണം? നിങ്ങൾ ഫോർമൽ ലാംഗ്വേജിൽ വേണം എഴുതാൻ. ഫോർമൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത്ര ക്ലോസ് അല്ലാത്ത ലാംഗ്വേജ്, അത്ര ഇമോഷണൽ അല്ലാത്ത ലാംഗ്വേജ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആരാണ്? നമ്മൾ തന്നെ അല്ലേ, നമ്മുടെ അഡ്രസ് ആണ്, സെൻഡറിന്റെ അഡ്രസ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. എന്താണ്? സെൻഡറിന്റെ അഡ്രസ്, അതായത് ഫ്രം അഡ്രസ്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കൊടുക്കാം? ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് കൊടുത്തതിന് ശേഷം അഗൈൻ ഒരു ചെറിയ സ്പേസ് വിടുക. അത് കഴിഞ്ഞിട്ട് റിസീവറിന്റെ അഡ്രസ്. അപ്പോൾ ഈ കേസിൽ ആരായിരിക്കും റിസീവർ? ദി എഡിറ്റർ ആണല്ലേ. അപ്പോൾ ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ, ആ എഡിറ്ററിന് അഡ്രസ് ചെയ്തുകൊണ്ട് ഈ ലെറ്റർ എഴുതാം. അത് കഴിഞ്ഞാൽ സാല്യൂട്ടേഷൻ വരും. സാല്യൂട്ടേഷൻ സർ, മാഡം. ഓക്കെ, അതിന് നേരെ താഴെ നിങ്ങൾ എന്ത് കൊടുക്കുക? സബ്ജക്റ്റ്. നിങ്ങൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് എന്ത് ചെയ്ത് കൊടുക്കുക? കുറച്ചുകൂടെ കണ്ടൻസ് ചെയ്തിട്ട് ദ ഹോൾ പോയിന്റ് ഓഫ് റൈറ്റിംഗ് ദിസ് ലെറ്റർ നിങ്ങളത് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് എഴുതാം. അത് കഴിഞ്ഞ് നമ്മളിത് ആ ലെറ്ററിൻ്റെ ബോഡിയിലേക്ക് കടക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം? റീസൺ ഫോർ റൈറ്റിംഗ് ദ ലെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്തിനാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്നത്, ഫോളോഡ് ബൈ എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വെക്കാനുള്ളത്. ഇപ്പോൾ നമ്മളൊരു സ്മോക്കിംഗ്, കുട്ടികളുടെ ഇടയിൽ സ്മോക്കിംഗ്, ഈ ടബാക്കോ യൂസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഇല്ല, എന്തൊക്കെയായിരിക്കും റീസൺസ്? ആ ആർഗ്യുമെന്റ്സ് നമ്മൾ കൊടുക്കാം. ഫോളോഡ് ബൈ സജഷൻസ് അല്ലേ, എന്തൊക്കെ സജഷൻസ് ആണ്, എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൈൻ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ആ സെയിം ഫോമാറ്റിലുള്ള ഒരു ലെറ്ററിൻ്റെ എക്സാമ്പിൾ ആണ്. നമുക്ക് നോക്കാം. ഇതാ ABC Egan Calicut. ഇതാരാണ്? ഇത് സെൻഡർ ആണല്ലേ. അപ്പോൾ ഇത് സെൻഡറിൻ്റെ അഡ്രസ് ആണ്. ഓക്കെ, സെൻഡറിൻ്റെ അഡ്രസ്സ് കൊടുത്തു. ഫോളോഡ് ബൈ വൈറ്റ് സ്പേസ് ഉണ്ടല്ലേ. ഈ വൈറ്റ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റ് സ്പേസ് കൊടുക്കാൻ ഓർത്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യെസ് നമ്മൾ ഡേറ്റ് കൊടുത്തു. ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞ് അഗൈൻ സ്പേസ് കൊടുക്കുക. ദെൻ കംസ് ദി റിസീവേഴ്സ് അഡ്രസ്. അപ്പോൾ ആരായിരിക്കും ഇതിൽ റിസീവർ? ദി എഡിറ്റർ അല്ലേ. ദി എഡിറ്റർ, ദി ഹിന്ദു ന്യൂസ് പേപ്പർ, ചെന്നൈ. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽസ് കൊടുക്കുക. റിസീവറിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. യെസ്, അത് കഴിഞ്ഞ് നമ്മൾ സാല്യൂട്ടേഷനോട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ എന്ത് വരും? സബ്ജക്റ്റ് അല്ലേ. അബൌട്ട് ദി ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അബൌട്ട് ദി ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ സ്റ്റുഡൻസ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഫോളോഡ് ബൈ നമ്മുടെ ലെറ്ററിൻ്റെ ബോഡി. അപ്പോൾ ലെറ്ററിൻ്റെ ബോഡി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ ലെറ്റർ ടു എഡിറ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ത്രൂ ദ കോളംസ് ഓഫ് യുവർ എസ്റ്റീംഡ് ന്യൂസ് പേപ്പർ അല്ലേ. നിങ്ങളുടെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിലൂടെ ഞാൻ എന്തിനാണ് ഈ കത്ത് എഴുതുന്നത്? യെസ്, അതോറിറ്റീസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. യെസ്, ത്രൂ ദ കോളംസ് ഓഫ് യുവർ എസ്റ്റീംഡ് ന്യൂസ് പേപ്പർ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ ദി അറ്റൻഷൻ ഓഫ് അതോറിറ്റീസ് കൺസേൺഡ് ടുവേർഡ്സ്, പിന്നെ എന്താണോ നമ്മുടെ കൺസേൺ അത് കൊടുക്കാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻ ഇൻ അവർ കൺട്രി. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറയും? നമുക്ക് ഇതിനെ പറ്റി എങ്ങനെ അറിയാം? യെസ്, APJ അബ്ദുൽ കലാം സാറിൻ്റെ നമ്മൾ സ്പീച്ച് കേട്ടു അല്ലേ, അതിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് മെൻഷൻഡ് ബൈ അവർ ബിലവഡ് സയൻറ്റിസ്റ്റ് ആൻഡ് ഫോമർ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. അപ്പോൾ അതൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി കംസ് വൈ ഡു യു തിങ്ക് ഇതിങ്ങനെ ഭീകരമായിട്ട് കൂടുന്നുണ്ട്? എന്തായിരിക്കും, എന്തൊക്കെയാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്സ്? അത് കൊടുക്കാം. സ്റ്റുഡൻസ് ഓഫൻ ഫേസ് സച്ച് ഡിഫിക്കൽട്ടീസ് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രൊഫിഷ്യൻസി ഇൻ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയാസ് പറയാം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവർക്ക് എന്തില്ലാത്തത്? കോൺഫിഡൻസ് ഇല്ലാത്തത്. അപ്പം നമ്മൾ നമ്മുടെ പോയിന്റ്സ് പറഞ്ഞു. ഫോളോഡ് ബൈ നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുന്നു അല്ലേ. എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ ഡീൽ ചെയ്യാൻ പറ്റും?
I strongly believe that in order to inculcate confidence in students, the curriculum should focus more on learning by doing and less on regurgitating bookish language. അപ്പോൾ ബുക്ക് ഇങ്ങനെ കാണാപ്പാഠം പഠിച്ച് ഛർദ്ദിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ലേണിംഗ് ബൈ ഡൂയിങ് കൊണ്ടുവരാൻ പറ്റണം. അതേപോലെ ലാംഗ്വേജ് ലേണിംഗ് ഷുഡ് ഓൾസോ ഫോക്കസ് മോർ ഓൺ ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചില സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനായിരിക്കണം ലാംഗ്വേജ് ലേണിംഗ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സജഷൻസ് നമ്മൾ വെച്ചു, നമ്മുടെ സൊല്യൂഷൻസ് നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പറയും? കൺക്ലൂഡ് ചെയ്യണം അല്ലേ? ഐ therefore request you to kindly highlight this issue. അപ്പോൾ നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താണ്? ഈ ഒരു ഇഷ്യൂവിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. താങ്ക് യു. യോസ് ട്രൂലി. അപ്പോൾ ഈ ഒരു യോസ് ട്രൂലി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, YOURS ഇടയ്ക്ക് എന്തില്ല? അപ്പോസ്ട്രോഫി ഇല്ല. യോസ് ട്രൂലി ABC. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് നമ്മുടെ ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുന്നത്. ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെയും പറഞ്ഞു, ഫോർമൽ ലാംഗ്വേജിൽ തന്നെ എഴുതണം നിങ്ങളുടെ ലെറ്റർ. ഓക്കെ, അപ്പോൾ ലാംഗ്വേജിന് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യാൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഡിസ്കോഴ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക.